ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? നമ്മൾ ചക്ക ഉണ്ടായപ്പോൾ തൊട്ട് ചക്ക കൊണ്ടുള്ള പല സാധനങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ചക്കപ്പഴം തീരാറായപ്പോൾ നമുക്ക് ചക്കപ്പഴം കൊണ്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം. ചക്കപ്പഴം കൊണ്ട് ഉണ്ണിയപ്പം. സാധാരണ നമ്മൾ ഉണ്ണിയപ്പത്തിന് പഴം ചേർക്കും, അത് പാളയംകോടൻ പഴമാണ് ചേർക്കുന്നത്. ഇന്ന് നമ്മൾ ചക്കപ്പഴം ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാ. ചക്കപ്പഴമാണോ? ഇത് പച്ചരിയും ശർക്കരയും ചക്കപ്പഴവും കൂടെ അരച്ചു വെച്ചത്. ഇത് അരച്ചു വെച്ചിട്ടൊരു 5-6 മണിക്കൂറായി. ഞാൻ വൈകിട്ടേ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇത് പൊക്കി നോക്കിയായിരുന്നു, എന്നതാന്ന് എന്നിട്ട് മനസ്സിലായില്ലായിരുന്നു. ചോദിക്കണ്ടായിരുന്നോ? ദോശമാവാന്ന് ഓർത്ത് കാണും അല്ലേ? ഗോതമ്പ് മാവാ കലക്കി തോർക്കും. ഇതേ അച്ചമ്മച്ചിയെ അതെല്ലാം കലക്കി വെച്ച് ഇപ്പൊ തേങ്ങായും കൂടെ കൊത്തി എടുത്ത് വെച്ചതാ. ഇതും കൂടെ അതിനകത്ത് വറുത്ത ഇടണം. അപ്പൊ ഞാനേ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കും തേങ്ങ ഒന്ന് വറക്കാനായിട്ട്. നമുക്ക് ഇതിനകത്തൊരു ഇച്ചിരി എള്ളും കൂടി ഇട്ട് കൊടുക്കാം. അതിന് തേങ്ങയും കൂടെ വറക്കാം. തേങ്ങയും കൂടെ വറുത്തെടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തോളൂ. തേങ്ങ ഇനി ഇളക്കി വറുത്തെടുക്കാം. തേങ്ങ വറക്കുമ്പോൾ നല്ല പൊടിപൊടിപൊടിപൊടാന്ന് കേൾക്കൊച്ച. തേങ്ങ മൂക്കുന്നതിൻ്റെയാ. നമ്മുടെ തേങ്ങായി നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ മാവിനകത്തോട്ടിട്ട് കൊടുക്കാം. മാവിൻ്റെ അകത്ത് വീണ് കിടപ്പുണ്ട് എല്ലും തേങ്ങായും. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. ഒഴിച്ചേക്കട്ടെ കുഞ്ഞി? ഒഴിച്ചോ. കുഞ്ഞിയുടെ അനുവാദത്തോടെ ഒഴിച്ചേക്കാം. ഭക്ഷണവും നോം തന്നെ കഴിക്കണോ? ഫസ്റ്റ് താങ്ങും തന്നെ കഴിച്ചോളൂ. മതിയില്ലേ? ഇല്ലെങ്കിൽ പൊങ്ങി വരുമ്പോഴേ ഒരു ഷെയ്പ്പായില്ലല്ലോ അമ്മച്ചി. ഷെയ്പ്പായി വരുമല്ലേ ഉള്ളൂ, ആകും തോറും ഇല്ലേ ആകുന്നു. അരച്ചൊഴിക്കണ്ടെന്ന് തോന്നുന്നു. ഇതൊരു ചേച്ചി കമന്റ് ചെയ്തതുപോലെ എണ്ണ കൂടുതലാണല്ലോ, വീട്ടിൽ കള്ളം കയറുമോ? ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഉണ്ണിയപ്പത്തിന് എണ്ണ വേണം, എണ്ണക്കകത്ത് മുങ്ങി നിൽക്കണം. ഓക്കെ, തുടങ്ങിയോ? ഉണ്ണിയപ്പം മറിച്ചിട്ടേക്കാം. ഓക്കെ, പെട്ടെന്ന് ആയിക്കോട്ടെ. പിന്നെ ധൃതിയായോ? ഇല്ല. പിന്നെന്താ? ഈ ചക്ക കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലേ? നമ്മള് നേരത്തെ ചക്ക പുഴുങ്ങുവാൻ ചക്ക വറക്കുവല്ലേ ഉള്ളൂ. കുമ്പിള് എല്ലാ ഉണ്ണിയപ്പം ഇനി കോരുമ്പോ എടുക്കാല്ലേ? എവിടെ നോമിന്റെ ഉണ്ണിയപ്പം ഇതാ കരിയണു. ഉണ്ണിയപ്പം എങ്ങനെ ഇരിക്കണോ? എന്നാലേ കടിക്കുമ്പോ നല്ല മുരും വരാന്നിരിക്കുള്ളൂ. അതിപ്പോ കരിഞ്ഞോണ്ട് കൈ നിൽക്കാല്ലേ? അല്ല, എനിക്കിങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം, കറുമുറാന്ന്. എങ്കിൽ പെട്ടെന്ന് കോരിക്കോളുക. അപ്പൊ നമുക്കിനി ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാല്ലേ? എല്ലാ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. മുമ്പേ ഒഴിച്ച് ഇച്ചിരി മാവ് കൂടുതലായിരുന്നേ. കൂടുതലല്ല, ഉണ്ണിയപ്പം ഷേപ്പാ. ചുട്ടെടുത്തേക്കാം. ഒരു കാര്യം ചെയ്യും, കുഞ്ഞു പറഞ്ഞെടുത്ത് ടേസ്റ്റ് നോക്കി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുണ്ടോ UFO പോലെ ഇരിക്കുന്നേ? ഉണ്ണിയപ്പം ഇങ്ങനെ ഇരിക്കുന്നേ. ഇത് കറക്റ്റ് നോർമല് ഉണ്ണിയപ്പം പോലെ തന്നെയാ കേട്ടോ. ടേസ്റ്റ് വ്യത്യാസം തൊള്ളി മറ്റേ ചക്കയുടെ ഇല്ലേ, പഴുത്ത ചക്കയുടെ ചുവയുണ്ട്, ദേശമുണ്ടല്ലേ? കുഴപ്പമില്ലല്ലോ, നല്ല ടേസ്റ്റാ. എന്നെ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, എല്ലാവരുടെയും അറിയണ്ടേ. നമുക്ക് എല്ലാം കൂടെ സെറ്റ് ആയിട്ട്. ചക്കപ്പഴം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയില്ലായിരുന്നു അല്ലേ? പക്ഷെ നല്ലതാ ആണെന്ന് കുഞ്ഞി പറയുന്നു. അയ്യോ, അത് നോക്കാം. എന്നാ നീ കറി വെക്കുന്നേ? ഉണക്കമീൻ കറി വെക്കാം. അയിലയാണോ? ഉണക്കയില കറി വെക്കാം. ആകുമ്പോഴേ രാവിലത്തേനുള്ള, രാവിലെ അല്ലെങ്കിൽ ചിലപ്പം എല്ലാം കൂടെ ഉണ്ടാക്കാൻ അടുപ്പ് തികയുവേല. നാളെ രാവിലെ ചോറും വെളുപ്പിനെ ഇടണം. ചോറും വെക്കണം, കാപ്പിയും കറിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും തികയത്തില്ല, അടുപ്പ് കിട്ടത്തില്ല. എന്നാൽ പിന്നെ ഇപ്പം വൈകിട്ടങ്ങ് കറി വെച്ചേക്കാം. തക്കാളിക്കാണ് ഇടുന്നത്? ശകലം പുളി ഇടാം, ഒരു കഷ്ണം പുളിയും കൂടി ഇടും. ഇച്ചിരി പുളി ഇട്ട് തക്കാളിക്കായി ഇട്ട് വെക്കാം. ഇതേ തേങ്ങയും കുറച്ച് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച് വെച്ചത് അരപ്പാണേ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ തിളച്ചിട്ട് കുറച്ച് സമയമായി, നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം.
അയല മീനാണേ, ഉണക്കയല. ഞാൻ മൂടി വെച്ചാലോ? ഇനി മൂടി വെച്ചിട്ട് മീൻ അയലക്കറി ഉള്ളതുകൊണ്ടേ ഇച്ചിരി ചക്കയും കൂടെ ഒന്ന് വേവിച്ചാലോ. എത്ര നേരം ഇരിക്കണം? മീൻ വേണ്ടേ? എത്ര നേരം ഇരിക്കണം? സമയമൊന്നും അറിയത്തില്ല, മീൻ വേകുന്നത്ര സമയം. അമ്മേ, ആ? അമ്മ ഇതെല്ലാം സെറ്റാക്കുന്നതിനും കൊണ്ടേ ആ. മീൻകറിയും തേച്ച കപ്പയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. രണ്ട് എന്റെ മീൻകറി ഉണ്ടോ? ആ അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പൊ കപ്പ വേവിക്കണ്ടല്ലോ. അച്ചമ്മച്ചി ചക്ക വേവിച്ചായിരുന്നു. ഇനി നമുക്ക് രാവിലെ കപ്പയും വേവിച്ച് ഉണക്ക മീൻകറിയും കൂടെ എടുക്കാം. ഇനിയിപ്പോ വൈകിട്ട് വേണ്ടല്ലോ. ഉണ്ണിയപ്പം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ? നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ചേട്ടാസിനെ കൂടെ വിളിച്ചോണ്ട് വാ. ഓക്കെ. എന്താവാന്നറിയുവോ? ഉണ്ണിയപ്പമാണെന്ന് മനസ്സിലായി. ഉണ്ണിയപ്പമാണെന്ന് മനസ്സിലായി അല്ലേ? കഴിച്ചു നോക്ക്. എന്നാ ഉണ്ണിയപ്പമാണെന്ന് കഴിച്ചു നോക്കിട്ട് പറയാം. എന്നതാ ചേർത്തൊന്ന് ചോണയുണ്ടപ്പാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ കഴിച്ചിട്ട്? നീ എന്ന് പറഞ്ഞു. അവൻ വന്നപ്പോ ഒരെണ്ണം എടുത്ത് കഴിച്ചായിരുന്നു. ആണോ? ചക്കയോ? നല്ല അടിപൊളി ഉണ്ണിയപ്പം. ഇത് ശരിക്കും നമ്മള് മറ്റേ പോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കല്ലേ, പഴം ചേർക്കുന്നേക്കാളും നല്ലതാ. പഴം ചേർക്കുന്നതിലൊക്കെ നല്ല സൂപ്പർ സാധനം കേട്ടോ. ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം. അന്നേരം ഒരു കാര്യമല്ലോ, പഴംകോടമ്പഴ ഇതിനേക്കാളും നല്ല സൂപ്പർ മധുരമായിരുന്നു ഈ ചക്കപ്പഴത്തിന്. അടിപൊളി. ചക്കപ്പഴം കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറാ കേട്ടോ. നല്ല ടേസ്റ്റാ. വരിക്കായിരുന്നു ചക്ക, നല്ല മധുരമുള്ള ചക്കയായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും മധുരം. അടിപൊളി സാധനം. എനിക്കും അതെ, മറ്റേ പാളയംകോടൻ പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു ചോ വരും. ഇതിന് നല്ലൊരു ടേസ്റ്റാ. സൂപ്പറാ കേട്ടോ, നല്ല റെസിപ്പി. എല്ലാരും ഇതുണ്ടാക്കാൻ വരുന്നവരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചക്ക തീരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ. ചക്കയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാ ഇങ്ങനെ ഓരോ ഐഡിയകളൊക്കെ വരാൻ തുടങ്ങിയത്. ഇതന്നെയാണെങ്കിലും കൊള്ളാം, തകർത്ത് ഇടുക്കി. ഈ പ്രാവശ്യം കേട്ടോ ചക്കയും കൊണ്ട് കുറെ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി നോക്കിയത്. നല്ല സൂപ്പറാണ് നമ്മുടെ ഉണ്ണിയപ്പം. വരിക്കച്ചക്കപ്പഴം കൂടെ ഉണ്ടാക്കിയത്, നല്ല മധുരമുള്ള വരിക്കച്ചക്കപ്പഴമായിരുന്നു. എന്നാന്ന് പറഞ്ഞാലും എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല സൂപ്പറായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.